നീ ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട്? ഇവിടെ നിന്നിട്ടെന്തിനാ? അവർ രാവിലെ പോയല്ലേ? അവരുള്ളതൊക്കെ കുടിച്ചു തീർത്തിട്ടാ പോയെ? എനിക്കുള്ളതും ഉണ്ടാക്കി വെച്ചുവിടാർന്നോ ഭാര്യ? നീ എന്താ ഇങ്ങനെ നോക്കണേ? ഒരു കോഫി അല്ലേ, ഞാൻ ഉണ്ടായിക്കോളാം. എന്തുപറ്റി? അവള് വല്ലതും പറഞ്ഞോ? എടി, അവളുടെ നാക്കിന് ബ്രേക്കില്ല. ബോധമില്ലാത്ത അവളെന്തെങ്കിലും പറഞ്ഞു തരുതി. ബുദ്ധിയില്ലാത്ത നിനക്ക് ക്ഷമിച്ചൂടെ? ചുമ്മാ പറഞ്ഞ നീ ഒരു കോഫി ഉണ്ടാക്ക്, ഞാൻ അപ്പോഴേക്കും പല്ലിച്ച് തരാം. നിന്റെ മറ്റുള്ളവരോട് പോയി പറ ചായ ഉണ്ടാക്കാൻ. അയ്യോ, ചേച്ചി പോയില്ലേ? ഇല്ലെങ്കിൽ അവളോട് പറയായിരുന്നു. അല്ലാതെ ഉണ്ടല്ലോ കുറെ പേര് ലിസ്റ്റില്. ലിസ്റ്റോ? ഗിഫ്റ്റ് കൊടുക്കാൻ ഓരോന്നൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടില്ലേ? ഗിഫ്റ്റോ? ഒരുപാട് ഗിഫ്റ്റ് വാങ്ങിക്കുന്നോണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? എനിക്ക് മനസ്സിലായില്ല. ഏത് ഗിഫ്റ്റ് ആണെന്നാണോ മനസ്സിലാവാത്തേ? നീ എന്താ പറയുന്നത് മനസ്സിലായിട്ടില്ല. നല്ലൊരു ഓണമായിട്ട് ആരും ഒരു തരത്തിൽ സമാധാനം തരുന്നില്ലല്ലോ. അതിന് ഓണം നാളെ കഴിഞ്ഞല്ലേ? അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ല. എടി, സത്യമായിട്ട് നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്താന്ന് മനസ്സിലായോ? അറിയാം, പാദസരല്ലേ? ഇത്രയും നാളും വേറൊരു പെണ്ണിന്റെ പുറകെ പോവില്ലെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എടി, ഇതല്ല, ഇതിന് വേറൊരു കഥയുണ്ട്. ഇനി ഇതിന്റെ കഥ കൂടി ഞാൻ കേൾക്കണോ അല്ലേ? ആഹാ, എന്തുവാടേ, ഞങ്ങൾ അയൽക്കുത്താർക്കൊന്നും ഓണം ആഘോഷിക്കണ്ടേ? നിങ്ങൾ ഓണത്തല്ലേ നേരത്തെ തുടങ്ങിയോ? ഇവള് വെറുതെ. ആ, നീ ഇരിക്ക്. നിന്റെ പെങ്ങള് പോയോ? അവർ രാവിലെ പോയി, വൈകുന്നേരം വരും. ഞങ്ങളുടെ ആദ്യത്തെ ഓണല്ലേ, അപ്പൊ അളിനെയും പെങ്ങളെയും കൂട്ടി ഒന്ന് കളറാക്കാന്ന് വെച്ചു. ഇവളുടെ മുഖം എന്താ വല്ലാതിരിക്കണേ? അതൊരു പുതിയ കാര്യമല്ലല്ലോ. എടാ, ഞങ്ങൾ വന്നേ ഞങ്ങളുടെ പ്ലാൻ ആകെ മാറിപ്പോയി. എന്തുപറ്റി? എന്നുവെച്ചാ മോൻ അവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് നേരെ തറവാട്ടിലേക്ക് പോകും. പിന്നെ നാളെ വരുള്ളൂ. അപ്പൊ നിങ്ങള് ഇങ്ങോട്ടും പോകുന്നില്ല? പോകുന്നില്ലടാ, ഉത്രാട് ഇവിടെ ആക്കാന്ന് വിചാരിച്ചു. വൈകുന്നേരം അങ്ങോട്ട് പോകും. അപ്പൊ പിന്നെ ഉത്രാടം ഒന്ന് കളറാക്കാതെ ഞാനും തീരുമാനിച്ചു. ആ, രതീഷേട്ടനുണ്ടെങ്കിൽ അളീനും വരുന്നുണ്ട്. നമുക്ക് പരിപാടി ഇച്ചിരി ഗംഭീരാക്കാം. ആ, ഇവരുടെ ആഘോഷം പറയാതിരിക്കാ നല്ലത്. ഇവളുടെ മുഖം എന്താ കടന്നൽ കുത്തിയ പോലെ ഇരിക്കണേ? ഒന്നുമില്ല, ഓഫീസിൽ പോണം, കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ട്. അല്ല, അപ്പൊ നാളത്തെ ആഘോഷത്തിന്റെ കാര്യം സെറ്റല്ലേ? ആ, അതൊക്കെ സെറ്റാ. അളിയിൽ വന്നിട്ട് സദ്യകാലേക്കൊന്ന് പ്ലാൻ ചെയ്യണം, അത്രേ ഉള്ളൂ. ഞാനിവിടെ ഉള്ളപ്പോഴോ? എടാ, നിങ്ങൾ സദ്യയുടെ കാര്യം ആലോചിക്കണ്ട, അത് ഞാൻ അറേഞ്ച് ചെയ്തോളാം. ഉറപ്പാണോ? എന്താടാ ഒരു സംശയം പോലെ? നാളെ 4 കൂട്ടം പായസം അടക്കമുള്ള സദ്യ ഇവിടത്തെ വണ്ടി വിളിച്ചു വരും. രതീഷ പറയണ. വന്നാ മതി. ആര്യ ഓഫീസിൽ പോയിട്ട് നേരത്തെ വരില്ലേ? ആ, ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും എത്തും. വന്നിട്ട് വേണം സാരിയുടെ കാര്യം സെറ്റാക്കാൻ. എന്ത് സെറ്റാക്കാൻ? അത് ഞങ്ങൾ പെണ്ണുങ്ങൾ പറഞ്ഞു. എടാ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഡ്രസ്സ് എടുക്കാനുള്ള പരിപാടിയായിരുന്നു. ഇനിയിപ്പോ ഇപ്പൊ തന്നെ പോണം. എന്നാ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാ ശരി. എടാ, അതെ, ഈ വഴിയിലെങ്ങാനും വെച്ച് ഒരു പാദസരം കിട്ടുകയാണെങ്കിൽ ഒന്ന് പറയണം. ഇവളുടെ ഒരു പാദസരം ഇന്നലെ കളഞ്ഞുപോയി. അതിന് വല്ല ശ്രദ്ധ വേണ്ട, ഭയം പിടിച്ചിങ്ങനെ നടക്കുക. ശ്രദ്ധ ഇല്ലാത്തോണ്ടൊന്നുമല്ല, ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാലിലെ പാദസരം ഉണ്ടായിരുന്നു. വരുന്ന വഴിക്ക് പോയതാവും. ഒരു ശ്രദ്ധയിലാണ് സത്യമായിട്ട്. കിട്ടിയ ഉറപ്പായിട്ടും പറയാം. അതെങ്ങനെയെങ്കിലും ശ്രദ്ധിച്ച് കണ്ടുപിടിച്ചാട്ടെ. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഇവള് പിന്നെ പറഞ്ഞു. ഒറ്റ പാദസരം ഗിഫ്റ്റ് കൊടുക്കാനേ ഞാൻ എന്താ മണ്ടി എങ്ങാനാണ്? ഓ, ഇറങ്ങിയേക്കാം, വൈകിട്ട് കാണാം. ആ, ആയിക്കോട്ടെ, ഓക്കെ. ഗിഫ്റ്റ്, പാദസരം. ഇനി ഇതിന്റെ കഥ കൂടി ഞാൻ കേൾക്കേണ്ട വരുമല്ലോ. എന്തൊക്കെ ബഹളായിരുന്നു. എടി, ഇന്നലെ വരുന്ന വഴിക്കേ അതാ റോഡിൽ കിടക്കുന്നുണ്ടാ. കണ്ടപ്പോ കവിത ചേച്ചിട്ടാണോ ചെറിയൊരു ഡൗട്ട്. പിന്നെ ഞാൻ ആ കേസ് മറന്നുപോയി. അപ്പത്തേക്കും അല്ല, അപ്പൊ നിനക്ക് കവിത ചേച്ചിയുടെ പാസറൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയില്ല, കണ്ടപ്പോ ഒരു ഡൗട്ട്, അതുകൊണ്ട് എടുത്തോണ്ട് വന്നു. ഇങ്ങോട്ട് നോക്കി. എന്റെ കാലിലെ പാസരത്തിൽ എത്ര മണിയുണ്ട്? എന്ത്? അല്ല, എന്റെ പാസരത്തിൽ എത്ര മണിയുണ്ട്? 4 ആണോ? 5 6 മണി. എടാ പൊട്ട, എന്റെ കാലിൽ പാസരവേ ഇല്ല. പണിക്കൊണ്ടവരുടെ പാസരം പറക്കാൻ നടക്കുന്നു. മുറി അടയ്ക്കാൻ പോവായിരിക്കൂലേ? ആ, എടാ, സദ്യയുടെ കാര്യമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, ഞാനല്ലേ പറയണേ. ആ 16 കൂട്ടം കറികളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സദ്യ നാളെ വണ്ടി വിളിച്ചിവിടെ എത്തും. ആ അത്രേ ഉള്ളൂ. നിങ്ങൾക്കിതെന്താ എല്ലാരും കൂടി 3-4 കൂട്ടം കറി ഉണ്ടാക്കി ആഘോഷിച്ച പോരെ? ഉത്രാടല്ലേ? അത് നിന്റെ മര്യാദ. അവരിങ്ങോട്ട് താമസം മാറി വന്നിട്ടുള്ള ആദ്യത്തെ ഓണമല്ലേ, അതും ഞാനുള്ള വില്ലേല്. അത് കളറാക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെ കൂടിയാ. 4 കൂട്ടം പായസം അടക്കമുള്ള സദ്യ നാളെ ഇവിടെ വണ്ടി വിളിച്ചു വരും. നീ നോക്കിക്കോ. വണ്ടി വന്നാ മതി. അതെ, നാളെ ഇടാനുള്ള ഷർട്ട് എടുത്ത് തന്നാ തേച്ചുതരാം. നാളെ എനിക്ക് സമയം ഉണ്ടാവില്ല. അതിനിപ്പോ ചോദിക്കാനെന്താ? വെള്ള ഷർട്ടും തേച്ചാ പോരെ? നിങ്ങളുടെ ഒക്കത്തൊരു വെള്ളം. ഞാനൊരു ഷർട്ട് തരും, അതിട്ടാ മതി. പിന്നെ എന്തിനെങ്ങനെ ചോദിക്കണേ? ഈ സാരിക്കാരാണോ ഈശ്വര ഇത്രയും നീളം വെച്ചത്? തേച്ചട്ടും തീരല്ല. നാളെ ഭാര്യയെ സുന്ദരിയായി കാണണമെങ്കിൽ മതി. എൻ്റെ ഭാര്യ സാരി ഉടുത്തില്ലെങ്കിലും സുന്ദരിയല്ലേ? മോൻ ആദ്യം സാരി തേക്ക്. ഇത് കഴിഞ്ഞു, അതുകൊണ്ട് ഇനി സൗന്ദര്യം ആസ്വദിക്കാലോ. എടി, ഈ തവണ വെറൈറ്റിക്ക് നമുക്ക് പാൻറ്റാക്കിയാലോ? ദേ, ഞാനൊരു കാര്യം പറയാം. ഉം. കഴിഞ്ഞ ഓണം ഓർമ്മയുണ്ടല്ലോ, ഉവ്വ. സദ്യയുടെ സമയമായപ്പോഴേക്കും ദിപ്പോ വരാന്ന് പറഞ്ഞു പോയതാ. എന്നിട്ട് വന്നു കയറിയത് പാതിരാത്രിക്ക്. നീ പറയണ കേട്ടാ തോന്നും ഞാൻ സദ്യ വേറെ കഴിക്കാൻ പോയതാണ്. എടി, എന്നാ മറ്റേ സ്ഥലം കച്ചവടം കമ്മീഷൻ കയറിയതേ നിന്റെ 2 മാസത്തെ സാലറിയാ, അറിയാവോ? നിങ്ങളിങ്ങനെ ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കിക്കോ. ബാക്കിയുള്ളതിന്റെ വിഷമം മനസ്സിലാക്കണ്ടല്ലോ. എൻ്റെ പൊന്നു മോളല്ലേ, ഓണം കഴിഞ്ഞിട്ട് നമുക്ക് സെൻറ്റി അടിക്കാം. ഇപ്പം നീ ഇതൊന്ന് തേക്ക്. വരയ്ക്കേ, വളച്ചു വരയ്ക്കേ. എടാ ഇത് വട്ടായിട്ട് വരട്ടേന്ന്. അളവ് നോക്ക്. ഇവനിത് എങ്ങോട്ടേക്ക് കൊണ്ടോ? ശരിയായിട്ടില്ല, അത് ശരിയായിട്ടില്ല. വരയ്ക്ക് നോക്കി വരയ്ക്ക്. ആ വളഞ്ഞു വരട്ടെ, വട്ടാവട്ടെ, ചതുരാവല്ലേ, അങ്ങനെ വരയ്ക്ക്. വളച്ചെടുക്ക്. എടാ വളഞ്ഞു വട്ടാവട്ടെ, വൃത്തം. എന്താടാ കുറെ നേരായി. അതെ, കുറെ നേരം തെറ്റണു. തുടങ്ങ വീശിയെടുക്ക്. ആ ഇങ്ങനെ പോട്ടെ. വളച്ചെടുക്ക്. എന്നാ ഇയാള് വരയ്ക്ക്. അല്ല, എനിക്ക് വരയ്ക്കാനറിയില്ല. ഞാൻ ഈ കോച്ചിങ് മാത്രമേ ഉള്ളൂ. അവളെല്ലാം ചെയ്യാറ്. നന്നായി. എന്നാ പിന്നെ മിണ്ടാണ്ടി. വരച്ചോ, വീശിയെടുക്ക്. വട്ടാവട്ടെ. വര. ആ ഇത് കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട്. എല്ലാ പൂക്കളത്തിലും വട്ടമല്ലേ? ഇത് എസ്തെറ്റിക്കാ. വെരി ഗുഡ്. അത് പിന്നെ രതീഷ് ചെയ്ത വെറൈറ്റി ആയിരിക്കും ലളിയാ. അല്ല, രതീഷിന്റെ കൂടെ ചെയ്ത വെറൈറ്റി ആയിരിക്കും. പിന്നെ വെറൈറ്റി ഇത്തിരി കൂടിപ്പോയാലുള്ളൂ. ഇത് കുഴപ്പമില്ലല്ലോ, നല്ലതാ. ഞാൻ എപ്പോഴേ പറഞ്ഞ പറ്റണ പരിപാടിക്ക് പോയാൽ 3 പേര് സാരി എടുക്കാൻ പോയിട്ട് കാണുന്നില്ലല്ലോ. അവരൊരു പറഞ്ഞെങ്കിൽ ഈ ഡിസൈൻ എങ്കിലും മര്യാദയ്ക്കാനെ. അല്ല, മൊത്തത്തിലൊന്ന് സെറ്റപ്പാണ് ഉദ്ദേശിച്ചത്. അവരൊരു അനിയും ടൈം എടുക്കും. ലോകത്ത് ആരും കാണാത്ത ഡിസൈനിലായിരിക്കും ഇനി അവരുടെ എഴുതുന്നുണ്ട്. നോക്കടോ, കറക്റ്റായി. ഇത് കറക്റ്റായല്ലോ. ഇപ്പൊ കറക്റ്റ് അർത്ഥ വൃത്തായി. ഞാൻ പറഞ്ഞ മാതിരി തന്നെ നന്നായിട്ട്. ഇനി പൂട്ടാ മതി. ഇപ്പൊ ശരിയാക്കി തരാന്നും പറഞ്ഞ് കുറച്ച് മണിക്കൂറായാലോ 3 പേരും കൂടി പരിപാടി തുടങ്ങിയിട്ട്. ഇവന്മാരോട് ചുമ്മാ ഇരിക്കല്ലായിരുന്നോ? പിന്നെ ഞാനുള്ളതുകൊണ്ട് മനോഹാരിതയ്ക്ക് കോട്ടം തട്ടാതെ മാനേജ് ചെയ്യും. അതെ. അതൊറ്റ നോട്ടത്തിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായി. കിട്ടിയില്ലേ? കൂട്ടത്തിൽ കുട്ടിയാണെങ്കിൽ ഇവൾക്കാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമർ സെൻസ് ഉള്ളത്. നിന്റെ ഭാഗ്യം. ശരി. ചേട്ടാ, എന്താടാ? ആ വരാ. ഞാൻ ഇപ്പൊ വരാം. ആ ഓക്കെ.
നമുക്കെന്നാ ഇതിന്റെ ബാക്കി നോക്കാം. എന്താടാ ചേട്ടാ കുറച്ച് പൈസ വേണമായിരുന്നേ. പൈസയോ? ആ. എന്തിന്? അഡ്വാൻസ് ആയിട്ട് നന്നായി, കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. ഞാൻ സാധാരണ അങ്ങനെ പൈസ കൊടുക്കാറില്ല, പിന്നെ നീ ആയതുകൊണ്ട് തരാം. ഇപ്പം എന്തിനാടാ പൈസ? കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നേ. അപ്പം സാധനം ഇതുവരെ വാങ്ങിച്ചില്ലേ? നാളത്തേക്കല്ലേ, വൈകിട്ട് വാങ്ങിച്ചാൽ പോരെ. നാളത്തേക്കോ? ഇന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. ഇന്നത്തേക്കാ? ആ എടാ ഇന്നത്തേക്ക് തന്നെ എന്നല്ലേ ഞാൻ പറഞ്ഞത്. ചേട്ടാ നാളത്തേക്കല്ലേ പറഞ്ഞേ? ഇന്നാ പരിപാടി. അല്ല ചേട്ടാ നാളത്തേക്ക് പറഞ്ഞേ, എനിക്ക് ഉറപ്പാ. എടാ ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞാൽ ഇന്നാ പരിപാടി എന്ന് എനിക്ക് ഉറപ്പല്ലേ? ചേട്ടാ ഞങ്ങൾ എഴുതി വെച്ചേക്കുന്നതല്ലേ, ഞങ്ങൾക്ക് എങ്ങനെ തെറ്റാനാ? എടാ നിങ്ങൾ എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പരിപാടി ഇന്നാണോ നാളെ എന്ന് എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ചേട്ടാ ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എടാ എനിക്ക് ഇന്നത്തെ പരിപാടിക്ക് ഇന്ന് തന്നെ സാധനം വേണം. നീ മര്യാദയ്ക്ക് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇനി വേറെ ആളെ അന്വേഷിക്കാൻ പറ്റുമോ ഇനി? ചേട്ടാ ചേട്ടൻ പറയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇങ്ങനെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ചേട്ടാ. എടാ എനിക്ക് ഉറപ്പാണെന്ന്, എനിക്ക് അങ്ങനെ തെറ്റു പറ്റാറില്ല. ഇന്ന് തന്നെ ഞാൻ പറഞ്ഞത്. ചേട്ടൻ നാളത്തേക്കാണ് പറഞ്ഞത്, ഞാൻ എത്ര അല്ല, പ്രാവശ്യം എനിക്ക് പറയണം? ഉറപ്പാണല്ലോ. അല്ലെങ്കിൽ ഞാനിപ്പോ കിടന്നതിനോട് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എന്താ സംഭവം? ഇവനെന്തോ ഡേറ്റ് മാറിപ്പോയിന്ന്, നാളെയാന്ന് വിചാരിച്ചു. ഫുഡില്ല. എന്റെ പൊന്നു ചേച്ചി നാളത്തേക്കാ എന്നെ വിളിച്ചു പറഞ്ഞേ. എന്നിട്ട് അതിപ്പോ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിർത്തിട്ട് ഉണ്ടാക്കാനാ? അല്ല 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 അല്ല. അയ്യോ അപ്പൊ ഫുഡില്ലേ? ഇതിപ്പോ സംഭവം കറക്റ്റ്. ഫുഡ് മാറിപ്പോയോ? ഫുഡ് മാറിപ്പോയതല്ല, പുള്ളി പറഞ്ഞ ഡേറ്റ് മാറിപ്പോയത്. ഞാൻ പറഞ്ഞ ഡേറ്റ് ഒന്നും മാറിപ്പോയില്ല, അവനെ ഡേറ്റ് മാറിപ്പോയതാ. അല്ല, നിലവിൽ ഫുഡൊന്നുമില്ല. ചേട്ടാ വേറെ ഓർഡർ ഉണ്ട്. അതെ, ഫുഡിൻ്റെ പൈസയുടെ കേസിലെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു 10-100 കൂടുതൽ തരാം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. ഇപ്പം ഈ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ഫണ്ടിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അരി വേവണ്ടേ? ചേട്ടാ അതെ, സമയത്തല്ലേ ഉള്ളൂ, നമ്മൾ കുറച്ചു വരെ ഉള്ളൂ. ഇത് തന്നെ ഒന്നും ഉണ്ടാവില്ലേ? എന്തെങ്കിലും എന്താ ഉള്ളതെന്ന് വെച്ചെടുത്താൽ മതി, ബാക്കി ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം. ആ ആ, അതെ. എന്ന് പറഞ്ഞാ അതെ അതെ, എനിക്ക് അടുക്കള കയറാൻ പറ്റില്ല കേട്ടാ. സാരി എടുത്ത് എങ്ങനെ കയറുന്നത്? ഇതാണോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? അത് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഒരു കാര്യമുണ്ട്. ആ. കുറച്ച് ചിപ്സും ശർക്കരട്ടിയും തരാം, കൂടെ 1 പാക്കറ്റ് പായസം തരാം. ആ പായസോട് തന്നെ നെഞ്ചത്തേക്ക് എടുത്ത് ഒഴിക്കാ. പ്രശ്നം ഉണ്ടാക്കല്ലേ ചേട്ടൻ, വിട്ടോ, ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. അല്ല, പേയ്മെന്റ് ഒന്നും കൊടുത്തില്ലല്ലോ അല്ലേ? ഇല്ല. എങ്കിൽ വാ. ഓ, നല്ലൊരു ദിവസമായിട്ട് ഇവിടെ കിടന്ന് കച്ചറ ഉണ്ടാക്കണ്ട. ചേട്ടൻ ചെല്ല്. അതെ, എന്താ അഡ്വാൻസ് ഇന്ന് തരാമെങ്കിൽ നാളെ 16 കൂട്ടം വെച്ച് സദ്യ തരാം. നിന്റെ ഒരു കുന്തവും കുടച്ചൊക്കെ ഇവിടെ ഉണ്ടാ. ഇറങ്ങണ എന്നെ പറഞ്ഞു പോടാ. നീ എന്നെ കച്ചവടമില്ല. വന്നേന്ന്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കൂടല്ല. ഞാൻ പറഞ്ഞ അതെ. എന്താ ഒരു കാര്യം പറയട്ടെ, ഒന്നും അത്ര വിഷയമാക്കേണ്ട കാര്യമില്ല. നല്ലൊരു ദിവസമായിട്ട് എന്തിനാ ഈ ഇങ്ങനെ അലമ്പുണ്ടാക്കണേ? ഇതെല്ലാം കൂടി നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, നിസ്സാര സംഭവമല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അളിന് പോയിട്ട് പച്ചക്കറി പായസമുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് വരാം. അടുത്ത് കടയിലുള്ള തന്നെ ഞങ്ങൾ പോയിട്ട് വരാന്നേ, പെട്ടെന്ന് പോയിട്ട് വരാം. എടാ മക്കളെ, ഇത് എന്റെ പ്രശ്നമല്ല കേട്ടോ, അവന്റെ ഡേറ്റ് തെറ്റിപ്പോയത് കേട്ടോ. അത് കുഴപ്പമില്ല, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. അവന്റെ പോയിട്ട് വരാം. ഞങ്ങൾ പോയിട്ട് വരാം. കുഴപ്പമില്ല, പോയിട്ട് വരാം. ഡേറ്റ് എല്ലാവർക്കും മാറിപ്പോലെ. അതെ, ആ. നിങ്ങൾക്കല്ലേ ഡേറ്റ് ചെയ്ത്? ശരിയാക്കി തരാട്ടാ. അല്ല, അതിൽ വേറൊരു കാര്യമുണ്ട്. പിടിച്ചേ അടിച്ചാലോ? ഞാൻ അടിക്കാം. എന്ത്? ഹായ്.
വേണാ ഡേ നീ പോവണോ? ഞാൻ വരാം. പോടാ, നിങ്ങളും പോവാ? നീ അടിച്ചോ. പെങ്ങളെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? എന്ത് ചെയ്യാ? ചുമ്മാ എന്തി വേണോ? എന്തി കൈവിട്. പറ. എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഇനി കുടിക്കില്ലാന്ന് വാക്ക് തന്നെയല്ലേ? ആ. ഓണോ വേണ്ട, ഒന്നും വേണ്ട, ഞാൻ വീട്ടിൽ പോവാ. അതിനാര് കുടിച്ചു? എടി, ഞാൻ അവർക്കൊരു കമ്പനി കൊടുത്തല്ലേ. ദേ, മുഖത്തോക്കി വെറുതെ നുണ പറയല്ലേ. സ്മെല്ലുണ്ടോ? ഉണ്ടല്ലോ. നീ ഷർട്ടൊന്ന് മണത്ത് നോക്കി. ഷർട്ടിൻ്റെ സ്മെല്ലത്. വായിക്ക് സ്മെല്ലൊന്നുമില്ല. അവർക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് ഷർട്ടിലേക്ക് വീണു. ആ സ്മെല്ലത്. ഇനി അവർ കുടിച്ച ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് കൊക്കക്കോള കുടിച്ചത്. അതിൻ്റെ സ്മെല്ലാണെന്ന് അറിയില്ല. സത്യം? നമുക്കുണ്ടാവാൻ പോകുന്ന 10 മക്കളാണ് സത്യം. 10? ഈ സാരിയെ കൊടുത്ത് കണ്ടപ്പോൾ ഒരു രസമല്ലേ? അയ്യടാ പോലെ അവളുടെ അടയ്ക്ക ഗുരു പോലത്തെ നോക്കും. എന്നിട്ട് ജാടയ്ക്ക് കുറവൊന്നുമില്ല. ഓണമൊക്കെ ആയിട്ട് ഒന്നുമില്ലേ? ഓണൊക്കെ ആയിട്ട് എന്താ? അടങ്ങിയിരുന്നു. അളിയോ അയ്യോ, മാറ്. ചൂടായോണ്ടേ ഇപ്പം എന്താ പറയുക, ഇറങ്ങിപ്പോയല്ലോ. ബാ പോവാം. സംഭവം യുഗേ യുഗേ. ചേട്ടൻ എന്തേ കാണിക്കണേ? നിനക്കിതിന്റെ ഉപയോഗം ഇപ്പൊ മനസ്സിലാവില്ല, പിന്നെ മനസ്സിലാവും. ആ സമയത്ത് നീ ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ച നീ ഒരു ഉത്തമ ഭർത്താവോ എന്നെ പോലെ. വണ്ടി നമുക്കൊരു സ്വർണത്തിന്റെ കൊലുസ് വാങ്ങിച്ചാലോ? അത്രക്കൊക്കെ വേണോ? എന്നാ വെള്ളി മേടിക്കാം. എന്തിനാലേ? പൊന്നും കൊടുത്ത് എന്തിനാ പൊട്ട്? ഇന്ന് പതിവില്ലാണ്ട് വല്ലാത്ത സ്നേഹമാണല്ലോ. അതിന് എല്ലാ ദിവസവും അടിയും വഴക്കുമല്ലേ? മേലെ കണങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ? അയ്യടാ. എടാ ഒന്നിങ്ങ വന്നേ. പെണ്ണ് സമ്മതിക്കൂല. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ആ ഹലോ ചേച്ചി. നിങ്ങൾ കിടന്നോ? ഇല്ല, പറഞ്ഞോ. എന്റെ പാർസലും കട്ടിന്റെ അടി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാ കണ്ടത്. അത് പറയാൻ വിളിച്ചതാ. ശരി മോളെ, ഗുഡ് നൈറ്റ്. ഇനി തീണ്ടും വീടും വഴിയുടെ പാട്ടും. യാ.
അമ്മ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ലോ. നേരെ ചേച്ചിനെ വിളിച്ചു. നാളെ ചെല്ലുമ്പോൾ പായസം കൊടുത്തില്ല. ഇവിടെ അതിലും സ്വീറ്റായിട്ടുള്ള നടക്കുമ്പോൾ പായസം. അമ്മേ എന്താടി? ഇപ്പോൾ അലാറം വെച്ചാണ് നമ്മോട് പറഞ്ഞത്. എന്തൊക്കെ പ്ലാനായിരുന്നു. നല്ലൊരു ഓണമായിരുന്നു. ഓണത്തിൻ്റെ രാത്രി തന്നെ.